ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 4 ഖസീദത്തു തഅശീറ ഹിഷാമുൽ ജഹ്. ഹിഷാം കാമിൽ അബ്ബാസ് മഹ്മൂദുൽ ജഹ് മിൻ മവാലിദി 1978 1978 ജനിച്ചിട്ടുള്ള ഹിഷാം കാമിൽ അബ്ബാസ് മഹ്മൂദുൽ ജഹ്റിന്റെ കവിതയായിട്ടുള്ള തഅശീറയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇദ്ദേഹം ഹുവ ഷാഇറുൻ മിസ്രിയുൻ, ഇദ്ദേഹം എന്താണ്, ഒരു മിസ്രി കവിയാണ്. മആസിറുൻ, ഇപ്പം സമകാലികമായിട്ടുള്ള ഒരു മിസ്രി ഈജിപ്ഷ്യൻ കവിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് ലഹു അക്സറ മിൻ ഹംസിന ഖസീദ, ഇദ്ദേഹത്തിന് 55ഓളം അല്ലെങ്കിൽ അതിലധികം ഖസീദകളുണ്ട്. മുഅ്ലമുഹ ബിൽ ആമിയ അൽ മിസ്രിയ വ ജമീഉ ഖസായിദുഹു സൗത്തിയ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഖസായിദകൾ ഭൂരിഭാഗം എന്താണ്, മിസ്രിയായിട്ടുള്ള ആ ഒരു മിസ്രിയിൽ പൊതുവിലുള്ള കവിതകളാണ്. വജമീഉ ഖസായിദുഹു സൗത്തി, അത് ശബ്ദരൂപത്തിലാണ് ഈ ഖസായിദകളൊക്കെ അധികവും ഉള്ളത്. അസ്ദറ ദീവാനുഹുൽ അവൽ ബി മുസമ്മ അദ്ദീവാനുൽ അവൽ ഫി മഅരിൽ ഖാഹിറ ദുവലി ലിൽ കിതാബ് ആം 2017. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദീവാന് പുറത്തിറങ്ങിയത്, അസ്തറ പബ്ലിഷ് ചെയ്തു, പുറത്തിറങ്ങി ദീവാനുൽ അവൽ, ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദീവാന്. ഫി മുസമ്മ, അതിൻ്റെ പേരെന്താണ്, ആ ദീവാനുൽ അവൽ തന്നെയാണ്. ഓക്കെ. ഫി മഅരിൽ ഖാഹിറ ദുവലി ലിൽ കിതാബ് ആം 2017. അപ്പോൾ 2017 കെയ്റോയിലുള്ള അന്താരാഷ്ട്ര പുസ്തകമേളയിൽ അതിലുള്ള എന്താണ് മഅറിൽ പറഞ്ഞാൽ ഇതുണ്ടല്ലോ, എക്സിബിഷൻ, പുസ്തകമേള, അതിലാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ ഒരു ദീവാൻ എന്താക്കിയത്, പബ്ലിഷ് ചെയ്തത്. യുഅ്തബിറുൽ ജഹ് റായിദൻ ഫി മജാലി കിതാബത്തിൽ ഖസീദ അൽ മുൾഫറ അല്ലത്തി തജ്മഉ ബൈന മഖാത്തിഅ മിൻ ശഅറിൽ ഫുസ്ഹ വ മഖാത്തിഅ മിന ശഅറിൽ ആമിയ. അതായത് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ, ഇദ്ദേഹം എന്താണ്, ഈ കിതാബത്തിൽ ഖസീദയുടെ റായിദായിട്ട് ഇദ്ദേഹത്തിന് എന്താക്കുന്നുണ്ട്, പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇദ്ദേഹം എന്താണ്, ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ശകലങ്ങളൊക്കെ, ഈ പീസുകളൊക്കെ ഷീർ ഫുസ്ഹ ആയിട്ടും അതേപോലെ ആമിയായിട്ടും, അത് രണ്ടും കൂടെ ചേർന്നതാണ് ഇദ്ദേഹം. അതേപോലെ തന്നെ ഇദ്ഖാലിൽ യുഅ്തബിർ അയ്ളൻ റായിദൻ ഫി മജാലി തൻലീമിൽ ഹഫ്ലാത്തി ശഅരിയ വതഖദീമുഹ ബിശക്ലിൻ മുഖ്തലിഫിൻ വജദ്ദാബിൻ വഇദ്ഖാലിൽ മ്യൂസിഖി മഅ ശഅർ മഅൽ ഈഖാഇൽ ഹറക്കി അലൽ മസ്റഹ്. അപ്പോൾ ഇദ്ദേഹം എന്താക്കി, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫുസ്ഹായിട്ടും ആമിയായിട്ടും എഴുതുന്നതിൽ മുൻഗണന ഉള്ളവരായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹം എന്താണ്, ഈ മജാലി തൻലീമിൽ ഹഫ്ലാത്തി ഷഅരിയ, ഈ ഓരോ സാഹിത്യ ശീരിൻ സദസ്സുകളുണ്ടല്ലോ, അപ്പം അതിലൊക്കെ എന്താ പറയുക, പിന്നെ പരിപാടികൾ, എന്താ പറയുക, ഷെയറുകളൊക്കെ അവതരിപ്പിക്കുന്ന അതിൻ്റെ റായത് കൂടെ ആയിട്ട് ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ്, തഖദീമുഹ, അത് മുമ്പിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്, ബിശക്ലിൻ മുഖ്തലിഫിൻ, അതൊരു വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ്, ജസാബിൻ, ആകർഷമായിട്ടുള്ളതാണ്. എങ്ങനെയാണ് അത് ആകർഷണീയമായിട്ടുള്ളത്, ഇദ്ഖാലിൽ മ്യൂസിക്കി മഅ ശഅർ, എന്താണ്, ഈ ഷെയറിൻ്റെ കൂടെ മ്യൂസിക് പിന്നെ എന്താക്കിയിട്ട് അത് സംഗീതം കൂടെ ഇതിൻ്റെ കൂടെ ഈ ഷെയറിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ എന്താണ്, മാ ഈഖാഇൽ ഹറക്കി അലൽ മസ്റഹ്, ഈ പിന്നെ നാടക കലാരൂപങ്ങളൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ ഖസായിദുകളൊക്കെ ഇദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഉരിഫ ബി അദാഇഹിൽ മുതമയ്യിസ് വഹുലൂരിൽ കബീർ അല ഖബശത്തിൽ മസ്റഹ് ഹത്താ ഇൻഖദഹുൽ അദീദ മിനൻ നുഖാദ് ബിഅന്നഹു യമീൽ ഇലാ കൗനിഹി മുമസ്സിലൻ അക്സറു മിൻ കൗനിഹി ഷാഇറൻ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താണ്, ഉരിഫ ബി അദാഇഹി മുതമയ്യിസ്, ഇദ്ദേഹത്തിൻ്റെ ഒരു വേറിട്ട വഹുലൂരിൽ കബീർ അല ഖബശത്തിൽ മസ്റഹ്, ഈ ഒരു നാടക ശൈലിയിലുള്ള അവതരണം, അതെന്താക്കിയിട്ടുണ്ട്, വളരെ ഈ ഇദ്ദേഹത്തെ വിമർശകർ എന്താക്കിയിട്ടുണ്ട്, ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ബി അന്നഹു യമീലിൽ, ഇദ്ദേഹം നീങ്ങിയിട്ടുണ്ട് എങ്ങോട്ടാണ്, കൗനിഹി മുമസ്സിലൻ അക്സറു മിൻ കൗനിഹി ഷായിറൻ, അതായത് ഒരു കവിയേക്കാളും അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ്, അഭിനയം കൊണ്ട് നടക്കുന്ന ആളാണ് എന്നൊക്കെ ഇദ്ദേഹത്തിനെ എന്താക്കിയിട്ടുണ്ട്, അവിടെയുള്ള വിമർശകർ വിമർശിച്ചിട്ടുണ്ട്. ലഹു അൽ അദീദു മിനൽ ഖസായിദിൽ ഫുസ്ഹ ബിൽ ആമിയ അൽ മിസ്രിയ ഇഷ്തഹറത്ത് മിൻ ഖിലാലി തുവാജിദുഹുൽ മുസ്തമിർ ഫി വസായിലിൽ ഇലാമിൽ അറബി നദ്കുറു മിൻഹ.
അപ്പം ഇദ്ദേഹത്തിൻ്റെ നമ്മൾ പറഞ്ഞ ഫുസ്ഹയായിട്ടും ആമിയായിട്ടുള്ള കവിതകൾ ഇദ്ദേഹത്തിന് കുറേ അധികമുണ്ട്. അതിൽ പെട്ടതാണ് അത്തഇഷീറ, അതേപോലെ തന്നെ ജുഹ, അതേപോലെ തന്നെ ഐവത്തുൻ ബുഐർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പിന്നെന്താണ് ഐവത്തുൻ ബിഅയർ, ഐവ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹൈവ എന്നൊക്കെ പറയില്ലേ, ഇനി അതാണോന്ന് അറിയില്ല കേട്ടോ. ഐവത്ത് ബിഅയർ അത് അതെ ഞാൻ മാറുന്നു, ഞാൻ മാറുകയാണ്, അങ്ങനെ ആവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഈസീസ്, പിന്നെ ഹുർഫാൻ, അതേപോലെ തന്നെ ആഖിറു മാ ഹർഫ് ഫി തൗറാത്ത്, അൽ മുത്തസഗ്ലീഷ്, പിന്നെ അതേപോലെ തന്നെ ജദ്വല്, മഷ്ഹദ് റഈസി മിൻ മൈദാനി തഹ്രീർ വഗൈറഹ മിൻ ഖസായിദ് ലത്തി ലാഖത്ത് റിവാജൻ കബീറൻ ബൈന ശബാബിൽ അറബി ബിശക്ലിൻ ആമിൽ മിസ്രി അല വജിഹിൽ ഖുസൂസ്. അപ്പം ഇതൊക്കെ എന്തായിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ കവിതകളൊക്കെ ഈ അവിടെയുള്ള ഈജിപ്ഷ്യയിലുള്ള ഈജിപ്ഷ്യൻ യുവാക്കൾക്കിടയിലുണ്ടല്ലോ, യുവാക്കൾക്കിടയിലൊക്കെ വളരെയധികം എന്തായിട്ടുണ്ട് പ്രാധാന്യം, പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ അറബ് ലോകത്ത് പ്രത്യേകിച്ചും ഈജിപ്തിൽ എന്തായിട്ടുണ്ട് അതിൻ്റെ ജനകീയത നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാനൽ ജഹ്മിനൽ മുബശ്ശിരിൻ അവൈൽ ബി സൗറാത്തി ഷുഅബിൽ അറബിയ മിൻ ഖിലാലി ഖസൈദി സൗറത്ത മുൻദു തിസ്ഈനാത്ത്. അതേപോലെ തന്നെ ഈ ഒരു തിസ്ഈനാത്തുകളിൽ 1900-കളിലുണ്ടല്ലോ, 1900-കളിൽ അതിലൊക്കെ ഇദ്ദേഹം ഈ അറബ് വിപ്ലവങ്ങളുണ്ടല്ലോ, സൗറാത്തി ഷുഅബിൽ അറബിയ, അറേബ്യൻ സമൂഹ വിപ്ലവങ്ങളൊക്കെ, അതിലൊക്കെ ഇദ്ദേഹം എന്തായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹം ഓരോന്ന് അതിനെക്കുറിച്ച് ഇദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. بدأت رحلته الحقيقة مع الشرع عندما استقال من وظيفة الجامعة عام 2009 رافلا على يعيش الحياة التقليدية للمؤلفين. അപ്പം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ കവിതാ ജീവിതം ആരംഭിക്കുന്നത് എപ്പോഴാണ്? عندما استقال في من وظيفة الجامعة 2009 ഇദ്ദേഹത്തിൻ്റെ ഈ ജാമ്യയിലുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള ജോലി വിരമിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം തൻ്റെ ഈ ഒരു കവിതാ ലോകത്തേക്ക് കടന്നത്. റാഫ്ലൻ അനി ആയിഷുൽ ഹയാത്ത് തഖ്ലീദി അലിൽ മുഅല്ലിഫീൻ. ഇദ്ദേഹം ആ ഒരു ഔദ്യോഗിക ജീവിതത്തിൻ്റെ പരിധിയിലൊന്നും കഴിയാത്ത അദ്ദേഹത്തിന് ഒരു കവി ആവണം എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്നുള്ളത്. فاتخذ هذا القرار ليفترع للشعر وليتهم بمشروعه الذي حلم لمدة 15 عاما وهو زيادة الشعبية للشعر في مصر وإعادة الشعر على ألسنة الشباب والأطفال. അപ്പം നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് പിന്നെന്താണ് ഹാദൽ ഖറാറത്തു ലിയതഫറഉ ലിശ്ശഅരി വലിയതുഹും ബിമശ്റൂഇഹി അല്ലദി ഹൽമുൻ ബിഹി ലിമുദ്ദത്തു 15 ആമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ 15-ാമത്തെ ആ ഒരു പിന്നെ ചെറുപ്രായത്തിൽ തന്നെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കവിയാവുക എന്നുള്ളതായിരുന്നു. അതന്നെ സിയാദത്തു ശഅബിയ ശിറു ഫി മിസ്ർ വ ഇആദത്തു ശിർ അല അൽസനത്തി ശബാബി വൽ അത്ഫാൽ. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാർക്കിടയിലും കുട്ടികൾക്കും ഇടയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ കവിതയെ പിന്നെ വളരെ ജനപ്രിയമാക്കിയിട്ടുണ്ട്. അത്ലഖ അലൈഹി ശുഅറാഉൻ ജീലുഹു ലഖബു ഹുവൈസ് ഷിറുൽ അറബി. ഇദ്ദേഹത്തിന് ഹുവീസ് ഷിറുൽ അറബി, അറബി കവിതയുടെ ഹുവീസ് എന്ന് ഇദ്ദേഹത്തിനെ വിളിക്കപ്പെടുന്നുണ്ട്. വൽ ഹുവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവൽ ഖൻതറത്തുല്ലത്തി തഖൂമു ബിൽഖിൽ മാഉ ലിറൽ അർളു സിറാഅത്തുൽ അതിഷ വറുബ്ബമാ അത്ലഖു അലൈഹി ഹാദൽ ഇസ്മി ലിർതിബാതുഹു ബിത്തദഫുഖ് ശിരി ഔ റുബ്ബമാ ലിർതിബാതി ബിസഈദ് മിസ്ർ വലിൽ അർളി ബിൽ ഹയാത്തിൽ ഫലാഹിയ. അപ്പം ഇദ്ദേഹത്തിന് ഈ ഹുവൈസ് എന്ന് പറയപ്പെടുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഹുവൈസ് എന്ന് പറയുന്നത് ഈ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ കവിതാ ശൈലിയുടെ ഒഴുക്കുണ്ടല്ലോ, ആ ഒരു ഒഴുക്ക് ആ ഒരു അത്രയും ഈ ഒരു പിന്നെ ഒരു കൃഷിയിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യണ ആ ഒരു സംഭവത്തിന് അത് അതുപോലെ ഉണ്ട്. അത്രയും ആ
അപ്പം പിന്നെ ആ ഒരു രീതിയിലാണ് ഇദ്ദേഹത്തിന് എന്തായിട്ടുള്ളത്, ഇദ്ദേഹത്തിന് ഹുവീസുൽ അദബുൽ ഷെറുൽ അറബി എന്നുള്ള പേര് എന്താക്കിയത് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്.